കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇവാൻ യുഗം അവസാനിച്ചു. ടീമിന്റെ മുഖ്യ പരിശീലകൻ ഇവാൻ വുകാമിനോവിച്ച് ക്ലബ്ബ് വിട്ടു. പരസ്പര ധാരണയോടെ വേർപിരിഞ്ഞതായി ക്ലബ്ബ് ഔദ്യോഗിക പ്രസ്താവനയിലൂടെയാണ് അറിയിച്ചത്. 2021 ക്ലബിനൊപ്പം ചേർന്ന ഇവാൻ ക്ലബിനായി ചരിത്ര നേട്ടങ്ങൾ കൈവരിച്ച ശേഷമാണ് പടിയിറങ്ങുന്നത്. തുടർച്ചയായി 3 തവണ ടീമിനെ പ്ലേ ഓഫിലെത്തിച്ച ഇവാൻ ആദ്യ സീസണിൽ തന്നെ ടീമിനെ ഫൈനലിലും എത്തിച്ചിരുന്നു. വുകാമിനോവിച്ചിന്റെ വരവിന് പിന്നാലെ കേരളത്തിന് കിരീടം നേടാൻ സാധിച്ചില്ലെങ്കിലും ഒരു പിടി അവിസ്മരണീയമായ മുഹൂർത്തങ്ങളാണ് ഇവാന്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കാഴ്ചവെച്ചത്. 2021-22 ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വപ്നതുല്യമായ മുന്നേറ്റമായിരുന്നു ഇവാന്റെ കീഴിൽ നടത്തിയത്. ആ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പിടി ചരിത്ര നേട്ടങ്ങളും സ്വന്തമാക്കി. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ സീസൺ, ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ സീസൺ തുടങ്ങിയ തകർപ്പൻ നേട്ടങ്ങളാണ് വുകാമിനോവിച്ചിന് കീഴിൽ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത്. 2014 സ്റ്റീവ് കോപ്പലിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിലേക്ക് കൈപിടിച്ച് കയറ്റാൻ ഇവാന് സാധിച്ചു. എന്നാൽ ആ സീസണിൽ ഹൈദരാബാദ് FC-യോട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടാനായിരുന്നു കേരളത്തിന്റെ വിധി. ഈ സീസണിൽ പരിക്കുകളും പ്രതിസന്ധികളും വില്ലനായി വന്നെങ്കിലും ടീമിനെ ക്വാളിഫയർ വരെ എത്തിക്കാൻ ഇവാന് സാധിച്ചു. ക്വാളിഫയറിലെ നിർണായക മത്സരത്തിൽ ഒഡീഷ FC-ക്കെതിരെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെട്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് പുറത്തായത്. സീസണിന്റെ തുടക്കത്തിൽ മിന്നും പ്രകടനമായിരുന്നു ഇവാന്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് നടത്തിയത്. ടൂർണമെന്റിന്റെ ആദ്യ പകുതി അവസാനിച്ചപ്പോൾ 12 മത്സരങ്ങളിൽ നിന്ന് 8 വിജയവും 2 സമനിലയും 2 തോൽവിയും അടക്കം 26 പോയിന്റുമായി 1-ാം സ്ഥാനത്തായിരുന്നു ബ്ലാസ്റ്റേഴ്സ്. എന്നാൽ രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ താഴോട്ടു പോയി. പിന്നീടുള്ള 10 മത്സരങ്ങളിൽ നിന്ന് 7 തോൽവിയും 1 സമനിലയും 2 വിജയവുമാണ് ബ്ലാസ്റ്റേഴ്സ് നേടിയത്. ടൂർണമെന്റിൽ നിന്ന് പുറത്തായതിന് പിന്നാലെ ഇപ്പോൾ കോച്ച് കൂടി പടിയിറങ്ങിയത് ആരാധകർക്ക് വലിയ നിരാശയാണ് നൽകിയിരിക്കുന്നത്. ആരായിരിക്കും പുതിയ പരിശീലകൻ എന്നാണ് ആരാധകർക്കിടയിലെ ചോദ്യം.